എവിടെ എപ്പോഴെല്ലാം ആരോഗ്യകരമായ സംവാദങ്ങൾ സാധ്യമാകുമോ അത് കഴിയുന്നതും നടക്കേണ്ടതുണ്ട്. സത്യം കണ്ടെത്തുക, കൂടുതൽ ശരികളിലേക്ക് വരിക എന്നതാണ് ഈ സംവാദം കൊണ്ട് നടക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കരിയറിന് വേണ്ടി പ്രകൃതി ചികിത്സയിലേക്ക് എത്തിയ ഒരാളല്ല. ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളിലൂടെ 1980 മുന്നോട്ട് വരുമ്പോൾ ഞാനും പ്രകൃതി ചികിത്സയിൽ വിശ്വസിച്ചിരുന്നില്ല. ആധുനിക ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചു കഴിഞ്ഞിട്ട് ഈ മണ്ണുകൂത്തലൊക്കെ ആയിട്ട് നടക്കുന്ന അപരിഷ്കൃതമാണ് എന്ന് തന്നെ കരുതിയിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ നിരന്തരമായ പഠനങ്ങളിൽ, നിരീക്ഷണങ്ങളിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ അതാണ് എന്നെ പ്രകൃതി ചികിത്സ പ്രചരിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ തെറ്റുകളുണ്ട് എന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അവതാരകനായ ഡോക്ടർ കെ.പി. മോഹനൻ അദ്ദേഹമോ എന്നെ ബോധ്യപ്പെടുത്തി തരുമെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയും. എനിക്ക് സന്തോഷമുണ്ടാകും. കാരണം കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അതെന്നെ തടയും, എന്നെ രക്ഷിക്കും എന്നെനിക്കറിയാം. എനിക്ക് പ്രകൃതി ചികിത്സയെക്കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ചികിത്സകളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എന്ന് മാത്രമല്ല, മറ്റ് ചികിത്സകളെയും ഞാൻ എതിർക്കുന്ന ഒരാളാണ്. കച്ചവട മനോഭാവത്തെ, കുത്തകയെ എതിർക്കുന്നത് കൊണ്ട് എൻ്റെ എതിർപ്പ് കൂടുതലായി അലോപ്പതിയുടെ നേരെ വരുന്നു. അലോപ്പതി എന്ന പദം ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ ഈ ചികിത്സയ്ക്ക് ഔദ്യോഗികമായി തന്നെ ഉപയോഗിക്കുന്ന പേര് കൂടിയാണ്. പ്രകൃതി ചികിത്സയും അലോപ്പതിയും ഞാൻ ഇന്ന് നടത്തുന്ന പ്രസംഗങ്ങളുടെ കോപ്പി നിങ്ങൾക്കിപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. സമയം വളരെ കുറവുള്ളതുകൊണ്ട് പെൻഡ്രൈവും മെഡിക്കൽ ടെക്സ്റ്റുകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാനീ പറയുന്നതിൻ്റെ ആധികാരികത നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെയും എന്നോട് ചോദിക്കാവുന്നതാണ്. എല്ലാ മാസവും 1-ാം തീയതി തുടങ്ങി 14-ാം തീയതി വരെ കേരളത്തിലെ ഓരോ ജില്ലയിലും സഞ്ചരിച്ച് ക്ലാസ്സുകളെടുത്ത് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിരന്തരമായി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് പുതിയ ചോദ്യങ്ങൾ എപ്പോഴും എനിക്കിഷ്ടമാണ്. ഒരു കാര്യം മാത്രം ഞാൻ ഇത് വായിക്കുന്നതിന് മുമ്പ് പറയാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രകൃതി ചികിത്സയിൽ മെഡിക്കൽ സയൻസിനെതിരായ ഒന്നുമില്ല. ശാസ്ത്രത്തിനെതിരായ എന്തെങ്കിലും ഞാൻ പറയുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പ്രതിപാദിക്കുന്ന കാര്യങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ കടുകിട അത് സമ്മതിക്കരുത്. മാത്രമല്ല, ശരിയേത് തെറ്റേതെന്നുള്ളത് മുൻവിധിയില്ലാതെ തീരുമാനത്തിലെത്തുകയും വേണം. അല്പമെങ്കിലും പരീക്ഷിച്ചു നോക്കാതെ വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്തരുത്. അത് ശാസ്ത്രീയമായ രീതിയല്ല. നിരന്തരമായി പരീക്ഷിക്കുക, പരിശോധിക്കുക, പഠിക്കുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പരീക്ഷിക്കുക. അതിൽ കൃത്യമായി വീണ്ടും വീണ്ടും വിജയം കിട്ടുകയാണെങ്കിലാണ് ശാസ്ത്രത്തിൻ്റെ ഒരു മെത്തഡോളജി. അതാണ്. അലോപ്പതി മരുന്നുകൾക്ക് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞു. അത് നിരോധിക്കുക അല്ലെങ്കിൽ മാറ്റുക അതെല്ലാം ആവശ്യമായിട്ട് വരും. അതിനെക്കുറിച്ച് ഞാനിത് പറയുന്നുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മനുഷ്യ ശരീരത്തിൻ്റെ രോഗങ്ങൾക്കുള്ള പരിഹാരം ശരീരം തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പ്രകൃതി ചികിത്സ വിശ്വസിക്കുന്നു. സ്വയം ജനിച്ച്, സ്വയം വളർന്ന്, സ്വയം കേടുകൾ തീർത്ത്, സ്വയം മരിക്കുന്ന ഓട്ടോമാറ്റിക് സംവിധാനമാണ് മനുഷ്യ ശരീരം. രോഗമുണ്ടാക്കുന്നതും രോഗം മാറ്റുന്നതും ശരീരം തന്നെയാണ് എന്നതാണ് സിദ്ധാന്തം. രോഗം ശത്രുവല്ല, മിത്രമാണെന്നും പ്രകൃതി ചികിത്സ ഉദ്ഘോഷിക്കുന്നു. രോഗം ഒന്ന് മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ ചികിത്സയും ഒന്നേ ഉള്ളൂ എന്നും അത് പ്രഖ്യാപിക്കുന്നു. അതാകട്ടെ ശരീരം സ്വയം ചെയ്യുന്നതുമാണ് എന്നും പ്രകൃതി ചികിത്സ പഠിപ്പിക്കുമ്പോൾ ഒരു പ്രകൃതി ചികിത്സകൻ രോഗിയിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രോഗിയിൽ എന്താണ് പ്രകൃതി ചികിത്സകന് ചെയ്യാനുള്ളത്, മാർഗനിർദ്ദേശം നൽകുക എന്നത് മാത്രമല്ലാതെ രോഗം മാറ്റിക്കൊടുക്കുന്ന മാജിക്കൽ റെമഡികൾ പ്രകൃതി ചികിത്സകൻ ഏറ്റെടുക്കുന്നില്ല. ആ മാജിക്കൽ റെമഡി എന്നുള്ളത് രോഗകാരണം നോക്കാതെ രോഗത്തിനൊരു പരിഹാരം ഇട്ടുകൊടുക്കുന്ന ഏത് ചികിത്സയിലെ ഏത് സാധനവും, ഔഷധമെന്ന് പറയുന്നത്, മരുന്ന് എന്ന് പറയുന്നത് മാജിക്കൽ റെമഡിയാണ് എന്നാണ് പ്രകൃതി ചികിത്സകൻ പറയുന്നത്. തലവേദനയ്ക്ക് തലവേദനയുടെ കാരണം നോക്കാതെ ഒരു ബാം പുരട്ടിയാൽ മാറും, പച്ചമരുന്ന് പുരട്ടിയാൽ മാറും, ഒരു ഗുളിക കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞ് അത് മാറ്റിക്കൊടുക്കുന്നത് ചതിയാണ്,
വഞ്ചനയാണ്, മെഡിക്കൽ ക്രൈമാണ്. അത് ശാസ്ത്രീയമല്ല, അശാസ്ത്രീയമാണ്. രോഗത്തിൻ്റെ കാരണം മാറ്റുന്നതാണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം. മറ്റെല്ലാം മാജിക്കൽ റെമഡികളാണ്. ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞ് മന്ത്രവാദി ചെയ്യുന്നതും കെമിക്കലിട്ട് കൊടുത്ത് രോഗം മാറ്റി എന്ന് പറയുന്നതൊക്കെ മാജിക്കൽ റെമഡികൾ മാത്രമാണ്. തികച്ചും വ്യത്യസ്തമായ ഈ സമീപനം പ്രകൃതി ചികിത്സയെ അലോപ്പതിയിൽ നിന്ന് മാത്രമല്ല ഇതര ചികിത്സകളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാക്കുന്നുണ്ട്. ആരോഗ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താനും രോഗകാരണങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുമല്ലാതെ പലവിധ കാരണങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള രോഗത്തെ മരുന്ന് നൽകി മാറ്റിക്കൊടുക്കാൻ അലോപ്പതിക്കും മറ്റ് ചികിത്സാ പ്രയോഗങ്ങൾക്കും കഴിയില്ല. രോഗത്തെ ചികിത്സിക്കുന്ന എല്ലാ ചികിത്സകളും അശാസ്ത്രീയ ചികിത്സകളാണ്. താൽക്കാലികമായ സുഖം തോന്നൽ നൽകുമെങ്കിലും കാരണങ്ങൾ മാറ്റുന്നതിന് പകരം ലക്ഷണങ്ങളെ അടിച്ചമർത്തുന്നത് വഴി കൂടുതൽ ഗുരുതരമായ ആരോഗ്യ തകരാറുകളിലേക്കാണ് അത്തരം ചികിത്സകൾ രോഗികളെ തള്ളിയിടുന്നത്. ഏത് രോഗത്തെയും അനാരോഗ്യമായി കാണുന്നതാണ് പ്രകൃതി ചികിത്സയുടെ വീക്ഷണം. ആരോഗ്യവും അനാരോഗ്യവും ഈ രണ്ട് അവസ്ഥകളല്ലാതെ രോഗമെന്ന മൂന്നാമത്തെ അവസ്ഥയെ പ്രകൃതി ചികിത്സ തള്ളിക്കളയുന്നു. അങ്ങനെയൊന്നുമില്ല, അത് നിഴല് മാത്രമാണ്. അനാരോഗ്യം എന്നതിൻ്റെ പ്രതിഫലനം മാത്രമാണ് രോഗമെന്ന പേരിൽ ഇതര ചികിത്സകളാൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അനാരോഗ്യത്തിലേക്ക് വീഴാതെ ആരോഗ്യം നിലനിർത്തുന്നതിന് ശരീരം നടത്തുന്ന പരിശ്രമങ്ങളെ മരുന്നുകൾ കൊണ്ടും രോഗകാരണങ്ങൾ തുടരുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും തടയുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. രോഗങ്ങൾക്ക് വീണ്ടും മരുന്നുകളും രോഗകാരണ തുടർച്ചകളും ഉണ്ടാകുന്നതോടെയാണ് ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകളും അവയവനാശവും ക്യാൻസറുമെല്ലാം ഉണ്ടാകുന്നത്. രോഗവുമായുള്ള യുദ്ധം എന്ന് തന്നെ പേരിട്ട് വിളിച്ച് നടത്തുന്ന ചികിത്സാ ആക്രമണങ്ങൾ പലതും യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് തന്നെ നടത്തുന്നവയാണ്. വിഷവാതകങ്ങളുടെയും വിഷദ്രാവകങ്ങളുടെയും അണുക്കളെ കൊല്ലാനുള്ള അണുബോംബുകളുടെയും, അതായത് ആൻറ്റിബയോട്ടിക്, റേഡിയേഷൻ്റെയും ഒക്കെ പ്രയോഗങ്ങൾ യുദ്ധങ്ങളിൽ നിന്നും സ്വീകരിക്കപ്പെട്ടവ തന്നെയാണ്. റോക്കറ്റ് എൻജിൻ ഓയിൽ ഉപയോഗിച്ച് സൈക്യാട്രിക് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 1948 എലിയെ കൊല്ലാൻ വേണ്ടി കണ്ടുപിടിക്കപ്പെട്ട എലിവിഷമായ വാർഫാരിൻ പിന്നീട് രക്തം നേർപ്പിക്കാനുള്ള ദിവ്യൌഷധമായി പ്രയോഗിക്കപ്പെടുന്നതും ഇപ്പോൾ രണ്ട് വിധത്തിലും എലിവിഷമായിട്ടും മരുന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്നതും ഞെട്ടിപ്പിക്കുന്ന നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. മനുഷ്യ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്നതായി പറയപ്പെടുന്ന എല്ലാ രോഗങ്ങളുടെയും കാരണം അനാരോഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ രോഗമാണ് ഒരൊറ്റ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്നത്, അതാണ് അനാരോഗ്യം. അനാരോഗ്യമെന്ന ഏകരോഗത്തിന് കാരണം രണ്ടാണ്: വിഷസാന്നിധ്യവും പോഷകമില്ലായ്മയും, ടോക്സിസിറ്റി ആൻഡ് ഡെഫിഷ്യൻസി. ഇത് രണ്ടും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനാരോഗ്യം മാറുകയും ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. ശരീരം ആന്തരികമായി നടത്തുന്ന സ്വാഭാവികമായ ഈ ചികിത്സയാണ് പ്രകൃതി ചികിത്സ എന്ന പദത്തിലുള്ള ചികിത്സ. ഓട്ടോഫാജി എന്ന കോശസിദ്ധാന്തത്തിന്, ഇതിൻ്റെ ചുവട് നിൽക്കുന്ന സിദ്ധാന്തത്തിന് നൊബേൽ സമ്മാനം കിട്ടി എന്നുള്ളത് ഓർക്കുക, ജാപ്പനീസ് റിസർച്ചർ ഒസുമിക്ക്. ആരോഗ്യത്തിൻ്റെ 5 അടിത്തറകൾ: വായു, വെള്ളം, ഭൂമി, അഗ്നി, ആകാശം എന്നീ ഘടകങ്ങളാണ് മനുഷ്യ ശരീരത്തിൻ്റെ നിർമ്മാണത്തിനും ആരോഗ്യകരമായ പരിപാലനത്തിനും ആവശ്യമായിട്ടുള്ളത്. ശരീരനിർമ്മിതിയുടെ അസംസ്കൃത വസ്തുക്കളായ ഇവയുടെ ഗുണമേന്മയാണ് ശരീരമെന്ന ഉൽപ്പന്നത്തിൻ്റെ, ശരീരം ഒരു പ്രോഡക്റ്റാണ്, അതിന് റോ മെറ്റീരിയൽസ് വേണം. ഈ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത് റോ മെറ്റീരിയലിൻ്റെ ഗുണമേന്മയാണ്. പ്രധാന പങ്ക് വഹിക്കുന്നത് ബീജ അണ്ഡ ആരോഗ്യവും ജീനുകളുടെ ആരോഗ്യവുമെല്ലാം അവയ്ക്ക് ആധാരമായ പ്രകൃതി മൂലകങ്ങളുടെ ഗുണമേന്മയുമായി തന്നെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അന്തരീക്ഷവായു മോശമായാൽ അടുത്ത തലമുറകൾ ജനിക്കുന്നത് തുടങ്ങി തന്നെ മോശമാകും, ഗർഭത്തിൽ തന്നെ മോശം സംഭവിക്കുമെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗങ്ങളെ കോശങ്ങളിൽ കാണണം, സെല്ലുലാർ ബേസിൽ കാണണം. അനാരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്ന രോഗങ്ങളെ കോശങ്ങളുടെ പ്രവർത്തന വൈകല്യമായി കാണേണ്ടതും പരിഹരിക്കേണ്ടതുമുണ്ട്. കണ്ണിൽ കാണാനാവാത്ത ബീജകോശവും അണ്ഡകോശവുമാണ് 37.2 ട്രില്യനായി പെരുകിയുണ്ടാകുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ആദ്യ കിരണങ്ങൾ, ആദ്യ ചുവടുകൾ. 39 ട്രില്യൺ ബാക്ടീരിയകളാണ്
37.2 ട്രില്യൺ കോശങ്ങൾ ചേർന്ന മനുഷ്യ ശരീരത്തെ ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നത്. ഇത്രയും കാലം അണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത്, അവയെ കൊല്ലണം, ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ അപകടമാണ്, ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് ബ്രിട്ടനിലെ ചികിത്സയും നമ്മുടെ നാട്ടിലെ ചികിത്സയും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നതിൽ ഒന്നതാണ്. മാറിക്കഴിഞ്ഞു. പഴയ അതൊക്കെ ചവറ്റുകൊട്ടയിൽ ഇട്ട് കഴിഞ്ഞു. പക്ഷെ അത് കഴിച്ച ആളുകളെയും കൂടെ ചവറ്റുകൊട്ടയിൽ ഇടാൻ പറ്റില്ലല്ലോ, തെറ്റുതിരുത്തും. പക്ഷേ ഈ കഴിച്ച് ദുരിതം സംഭവിച്ച മനുഷ്യനെയും പക്ഷിമൃഗാദികളെയും പ്രകൃതികളെയും എങ്ങനെ തിരുത്തു എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് മൊബൈൽ ഫോണിൽ നിങ്ങൾ പരിഷ്കാരങ്ങളായിക്കോളൂ, പക്ഷെ മനുഷ്യ ശരീരത്തിൽ ചെയ്ത് അതിനെ നശിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. ബാക്ടീരിയകൾ ശത്രുക്കളാണെന്നും അവയെ കൊല്ലുകയാണ് രോഗം മാറാൻ വേണ്ടതെന്നും പഠിപ്പിച്ച പടിഞ്ഞാറൻ വൈദ്യം, അതിനെ ഞങ്ങൾ അധിനിവേശ വൈദ്യം, കുത്തക വൈദ്യം, മരുന്ന് കമ്പനിയുടെ ഫാർമസ്യൂട്ടിക്കൽ വൈദ്യം എന്നുകൂടെ വിളിക്കുന്നത്, അതിൻ്റെ ഞാൻ നിങ്ങളോട് കൂടുതൽ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത് തിരുത്തിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾക്ക് പകരം പ്രോബയോട്ടിക്കുകൾ എന്നാണ് അവർ മറ്റൊരു കച്ചവടം തുറന്നിട്ടുള്ളത്. കച്ചവട സാധ്യത തീരെ കുറഞ്ഞ പ്രീബയോട്ടിക്കുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിന് വേണ്ടതെന്നുള്ള സത്യം അവിടെയും മറച്ചു വയ്ക്കുന്നത്. പ്രീബയോട്ടിക്കുകൾ കച്ചവടത്തിന് പ്രയാസമാണ്. പ്രോബയോട്ടിക്കുകൾ മരുന്ന് ഗുളികയാക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ ഷെല്ലിനുള്ളിലും ജലാറ്റിൻ ഷെല്ലിൻ്റെ ഉള്ളിലും കടത്തി വെച്ച് രോഗികൾക്ക് കൊടുക്കാൻ സാധിക്കും. എക്സിപ്പിയൻസ് കൂടെ ചേർത്താൽ മതി. ആ എക്സിപ്പിയൻസിൻ്റെ തകരാറൊക്കെ കൊണ്ട് രോഗി 10 രോഗം കൂടി ഉണ്ടായിട്ട് വീണ്ടും തിരിച്ചു വന്നോളും. 1 സെക്കൻഡിൽ 10 ലക്ഷം കോശങ്ങളാണ് കാലാവധി പൂർത്തിയാക്കി മനുഷ്യ ശരീരത്തിൽ എപ്പോപ്റ്റോസിസ് എന്ന മരണം വരിക്കുന്നത്. 1 സെക്കൻഡിൽ 10 ലക്ഷം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിച്ചു പോകുന്നു. പകരം ഉണ്ടാക്കാൻ ശരീരത്തിന് സംവിധാനങ്ങളുണ്ട്. പകരം ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് നന്നായിരുന്നാൽ പ്രൊഡക്റ്റ് നന്നായി തന്നെ തുടരും. പകരം ഉണ്ടാക്കാൻ കിട്ടുന്ന റോ മെറ്റീരിയൽസ് വൃത്തികെട്ട വായുവും വെള്ളവും ഭക്ഷണവും ആണെങ്കിൽ ഇത് വൃത്തികെട്ട് പോകും. ആ വൃത്തികെട്ടതിൻ്റെ ലക്ഷണത്തെ രോഗമെന്ന് വിളിച്ച് മരുന്നിന് പോയിട്ട് കാര്യമില്ല. ഓരോ ദിവസവും 50 മുതൽ 70 ബില്യൺ കോശങ്ങളാണ് അപ്പോപ്റ്റോസിസ് എന്ന കോശമരണത്തിനിടയാകുന്നത്. ഓരോ ദിവസവും 60 തുടങ്ങി 70 ബില്യൺ, 1 ബില്യൺ 100 കോടി കോശങ്ങളാണ് അപ്പോപ്റ്റോസിസ് എന്ന കോശമരണത്തിനിടയാകുന്നത്. മരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ശരീരം നിരന്തരമായി നിർമ്മിക്കുന്ന കോശങ്ങളെങ്കിൽ ശരീരം വളരുന്നു. കുറവാണെങ്കിൽ വാർദ്ധക്യ ലക്ഷണങ്ങളിലേക്ക് വീഴുന്നു. നിരന്തരമായി പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നതിന് അസംസ്കൃത വസ്തുക്കൾ ആവശ്യമുണ്ട്. വായുവും വെള്ളവും ആഹാരവും അഗ്നിയും ആകാശവും എല്ലാം അതിനാവശ്യമാണ്. അവ ലഭിക്കുന്നതിനുള്ള പ്രകൃതി സാഹചര്യം നാം ഒരുക്കേണ്ടതുണ്ട്. അകത്തു തന്നെ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളും പുറത്തുനിന്ന് എത്തുന്നവയും ഉച്ഛ്വാസം, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം, ഇതാണ് സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ. ഉച്ഛ്വാസം, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം, ഇത് 5 നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഒരു ശരീരവും രോഗത്തിലേക്ക് വീഴില്ല. ഇത്രയും ഉറപ്പാണ് പ്രകൃതിയിൽ വരുന്നത്. ശരീരത്തിലെ അവയവങ്ങളെയും കോശങ്ങളെയും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. ഹൈജീൻ. സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ പോരാതെ വരുമ്പോൾ കെട്ടിക്കിടക്കാനിടയായ മാലിന്യങ്ങളും, മലബന്ധം വരിക, വിയർക്കാതെയാകുക, സാധാരണ ശുദ്ധീകരണങ്ങൾ മതിയാവാതെ വരുമ്പോൾ കെട്ടിക്കിടക്കാനിടയാകുന്ന മാലിന്യങ്ങളും അവയുടെ അഴുക്കിൽപ്പെട്ട് രൂപാന്തരം വരുന്ന ബാക്ടീരിയകൾക്ക് പാത്തോളജിക്കൽ സ്റ്റേജിലേക്ക് മാറ്റം വരും. അല്പം അഴുക്ക്, ഒരു നായ അപ്പിയിട്ടതാവട്ടെ, ബ്രെഡ് ഇട്ടതാവട്ടെ, അവിടേക്ക് കീടങ്ങൾ വരും. നല്ല വൃത്തിയുള്ള പ്രതലത്തിൽ കീടങ്ങൾ വരുന്നില്ല. ഒരു പഴക്കല കെട്ടിത്തൂക്കി 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ അത് കറുത്ത് ഒരു പുതിയ തരം പ്രാണികൾ അവിടെ എത്തുന്നു. ഈ പ്രാണികളെ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. ഇതെങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയില്ല. ആ പഴം പഴുത്ത് ചീയുമ്പോൾ വരുന്നതാണ്. നിങ്ങളുടെ രക്തം അതുപോലെ ആയാൽ, നിങ്ങളുടെ മാംസങ്ങൾ അതുപോലെ ആയാൽ, ഗാംഗ്രീൻ പിടിച്ച് രക്തം ഒഴുക്കില്ലാതെ, ഓക്സിജൻ്റെ പ്രവാഹമില്ലാതെ പ്രമേഹ രോഗിയുടെ കാല് പഴുക്കുന്ന, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അവയവങ്ങൾ പഴുക്കുന്നത് കണ്ടിട്ടുണ്ട്. അഴുക്ക് എന്ന് പറയുന്ന, ഞങ്ങൾ പറയുന്ന വിഷം എന്നതിനെ, ജൈവമാലിന്യങ്ങളെ നിങ്ങൾ എത്ര വേഗം മനസ്സിലാക്കുന്നു അത്രയും വേഗം നിങ്ങൾ രക്ഷപ്പെടും. അവയുടെ അഴുക്കിൽപ്പെട്ട് രൂപാന്തരം വരുന്ന ബാക്ടീരിയകളും ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയ ബ്ലോക്ക് എവിടെയെങ്കിലും മൈക്രോ ത്രോംബോസൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ മതി, അപ്പുറത്തേക്ക് രക്തം പോകാതെയാകും. ഒരു ചരടെടുത്ത് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ
ഈ കൈ ഏതാനും സമയം കൊണ്ട് മരിക്കും. ജീവിച്ചിരിക്കുന്ന നമ്മിൽ രക്തത്തിൻ്റെ പ്രവാഹം, വായുവിൻ്റെ പ്രവാഹം തടയാൻ കഴിഞ്ഞാൽ അടുത്തുള്ള ഭാഗം മരിക്കും. ശരീരത്തിന് ചേരാത്ത ഭക്ഷണപാനീയങ്ങളും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും അടങ്ങിയ എല്ലാ അനാരോഗ്യ വസ്തുക്കളും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വെല്ലുവിളിക്കുന്നതാണ്. ആരോഗ്യശേഷി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. രോഗപ്രതിരോധ ശേഷിയല്ല, ആരോഗ്യശേഷിയാണ് ശരിയായ പദം. 37.2 ട്രില്യൺ മനുഷ്യകോശങ്ങളുള്ള ശരീരത്തിലെ 39 ട്രില്യൺ ബാക്ടീരിയകളിൽ തെറ്റായ ഭക്ഷണപാനീയങ്ങളും മാലിന്യങ്ങളും ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വയറ്റിലെത്തുന്ന ജങ്ക് ഫുഡുകളും നിരവധി മരുന്നുകളും ഗട്ട് ബാക്ടീരിയകളെ ദുർബലപ്പെടുത്തുകയും മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ അടക്കം ഉണ്ടാക്കുന്നുണ്ട്. ഗട്ട് ബ്രെയിൻ കണക്ഷൻ എന്ന് പറഞ്ഞ് പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് നോക്കിയാൽ കിട്ടും. ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയ, അലർജിക് റിയാക്ഷൻ, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് IBD, ഗട്ട് മൈക്രോം ഡിസ്റപ്ഷൻ, ദഹനശേഷി ഇല്ലാതാകൽ തുടങ്ങിയുള്ള നിരവധി തകരാറുകളാണ് ഗട്ട് ബാക്ടീരിയകൾ ക്ഷയിച്ചാൽ ഉണ്ടാകുന്നത്. ആൻറ്റിബയോട്ടിക്കുകളെ മറികടക്കുന്ന സൂപ്പർ ബഗുകളുടെ വലിയ ദുരന്തത്തിൻ്റെ മുഖത്തേക്കാണ് ഇത്രയും കാലം ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഭീഷണിയായി നമ്മളെ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നത്. ഇത് പരീക്ഷണമാണ്. ഞങ്ങളിപ്പോൾ തിരുത്തുന്നതെന്ന് പറഞ്ഞാൽ ചെയ്ത ദ്രോഹത്തിനാര് സമാധാനം പറയും? ആ ദ്രോഹം ചെയ്ത കാലത്ത് ഇത് ശാസ്ത്രീയമായിരുന്നില്ലല്ലോ. ഇപ്പോഴും ശാസ്ത്രീയമല്ല. കാരണം ഇന്നത്തെ മരുന്ന് നാളെ വിഷമാണെന്ന് പറയും. അപ്പോൾ ഇതെപ്പോഴാണ് ശാസ്ത്രമാകുന്നേ? രോഗപ്രതിരോധ ശേഷിയെ വെല്ലുവിളിക്കുന്ന അനാരോഗ്യ വസ്തുക്കളും രൂപമാറ്റം വരുന്ന ബാക്ടീരിയകളും ടോക്സിക് പ്രോട്ടീനും കാർബോടോക്സിസിറ്റി. എല്ലാവരും ഒന്ന് നോക്കിയാൽ പ്രമേയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഒറ്റ വാക്കാണ് കാർബോടോക്സിസിറ്റി. വാട്ട് ഈസ് കാർബോടോക്സിസിറ്റി എന്ന് നോക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ടോക്സിക് ഫാറ്റും ആൻറ്റിജൻ എന്ന നിലയിലാണ് ശരീരം പരിഗണിക്കുന്നത്. ശരീരത്തിൽ അവ പരിഗണിക്കപ്പെടുന്നത് ആൻറ്റിജൻ എന്ന നിലയിലാണ്. അത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ടോക്സിക് പ്രോട്ടീനുമാകാം എന്നത് അടിവരയിട്ട് നമ്മൾ തിരിച്ചറിയുക. ഇവ ഇൻഫ്ലമേഷൻ്റെ കാരണമായി തീരുന്നത് രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം മൂലമാണ്. ഇൻഫ്ലമേഷൻ ശരീരമുണ്ടാക്കുന്നതാണ്, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതാണ്. കടന്നു കയറുന്ന ആക്രമണകാരികൾക്കെതിരെ, വിഷാംശങ്ങൾക്കെതിരെ ശരീരം ഉണ്ടാക്കുന്നതാണ് ഇൻഫ്ലമേഷൻ. അത് ആവശ്യമാണ്. അതിനെ തടയുന്ന അവിവേക രീതികളാണ്, അവിവേക ചികിത്സകളാണ് മാറാരോഗങ്ങളിലേക്ക് മനുഷ്യ ശരീരത്തെ അധപതിപ്പിക്കുന്നത്. ശരീരം ആൻറ്റിജനായി പരിഗണിക്കപ്പെടുന്നവയ്ക്കെല്ലാം എതിരെ ശരീരം സൈറ്റോകിൻസും ഹിസ്റ്റമിനും പുറപ്പെടുവിക്കുന്നതാണ് ഇൻഫ്ലമേഷനായി തീരുന്നത്. തെറ്റായ ഭക്ഷണപാനീയങ്ങളുടെയും മരുന്നുകളുടെയും നിരന്തരമായ ഉപയോഗവും ഉറക്കം വൈകുന്നത് മുതലുള്ള തെറ്റായ ജീവിത രീതികളും, പഞ്ചസാര, മൈദ, ഇതുപോലുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഇൻഫ്ലമേഷനിലേക്ക് ശരീരത്തെ നയിക്കുന്നു. മദ്യവും ചായയും കാപ്പിയും ഇതൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. അന്യവസ്തുക്കളും, അതായത് ഫോറിൻ ബോഡീസ്, ഇൻഫ്ലമേഷനും ചേരുന്നതോടെ ആ ഭാഗത്തുള്ള അവയവങ്ങളുടെ പ്രവർത്തനം പ്രയാസത്തിലാകുന്നു. ലിംഫാറ്റിക് ഫ്ലൂയിഡുകൾ, രക്തം, ഓക്സിജൻ, പോഷകങ്ങൾ എന്നിവയുടെ എല്ലാം സഞ്ചാരത്തെ ഇൻഫ്ലമേഷൻ തടയുന്നുണ്ട്. മലിനവസ്തുക്കളുടെ പുറന്തള്ളലിനെയും ഇൻഫ്ലമേഷൻ അസാധ്യമാക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി മൂലം പ്രവർത്തന തടസ്സമുണ്ടാകുന്ന അവയവത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനെല്ലാം ഓരോരോ രോഗത്തിൻ്റെ പേര് നൽകി ആ ലക്ഷണ വ്യത്യാസങ്ങൾക്ക് പല പല പേരുകൾ നൽകി പല പല രോഗങ്ങളാണ് എന്ന് പറയുന്നത് ശരിയാണോ, ശാസ്ത്രീയമാണോ? രോഗപ്രതിരോധ ശേഷി പുറപ്പെടുവിക്കുന്ന ഹിസ്റ്റമിനെതിരായി ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകൾ നൽകുന്നത് ഒരു മെഡിക്കൽ ക്രൈമായിട്ടാണ് പ്രകൃതിയിൽ കണക്കാക്കുന്നത്. സാധാരണ ശുദ്ധീകരണ മാർഗങ്ങളിലൂടെ പുറന്തള്ളാൻ കഴിയാത്ത വിധത്തിൽ മാലിന്യങ്ങൾ രൂപപ്പെട്ടാൽ ജലദോഷം, ഛർദി, വയറിളക്കം, പനി, ത്വക്ക് രോഗങ്ങൾ എന്നിങ്ങനെയുള്ള അസാധാരണ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ കൊണ്ട് അവയെ നീക്കം ചെയ്യാൻ ശരീരത്തിനറിയാം. അവയെ രോഗങ്ങളായും ബാക്ടീരിയൽ വൈറൽ ബാധകളായി കരുതി അടിച്ചമർത്തുന്നതും തടയുന്നതും അശാസ്ത്രീയമാണ്, അപകടകരമാണ്. അവയവങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിനാൽ അസുഖങ്ങളുണ്ടാകുന്നത് പ്രധാനമായും ഈ വിവേകമില്ലാത്ത ചികിത്സ മൂലമാണ്.
അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളെ രോഗമെന്ന് വിളിച്ച് മരുന്ന് പ്രയോഗങ്ങൾ നടത്തുന്നതോടെ അവയവങ്ങൾ തന്നെ നശിഞ്ഞു പോകുന്ന കിഡ്നി നാശം, കരൾ നാശം, ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകളൊക്കെയാണ് ഉണ്ടാകുന്നത്. പനിയെ അടിച്ചമർത്തുന്നതിന് നൽകി വരുന്ന പാരാസിറ്റമോൾ 5 തരം ക്യാൻസറുകൾക്ക് കാരണമാകാമെന്ന, ആത്മഹത്യ ചെയ്യിപ്പിക്കാമെന്ന താക്കീത് തരുന്നത് പടിഞ്ഞാറൻ വൈദ്യ ഗവേഷകർ തന്നെയാണ്. ഇതിലേതാണ് ശാസ്ത്രം, ഏതാണ് അശാസ്ത്രം എന്നതാണ് ഉത്തരമായി വരേണ്ടത്. ഞങ്ങൾ നൽകുന്ന മരുന്നുകളുടെ ദോഷഫലങ്ങൾ ഞങ്ങൾ തന്നെ പറയുന്നില്ലേ എന്ന ചോദ്യം ഒരു ചികിത്സയെ ശാസ്ത്രീയമാക്കുമോ? മരുന്നുകളുടെ ദോഷഫലങ്ങൾ, അതിനുള്ള മരുന്നുകൾ ഞങ്ങൾ തന്നെ തരുന്നില്ലേ എന്ന വാദവും അതിനെ ശാസ്ത്രീയമാക്കുമോ? ദോഷഫലങ്ങളെല്ലാം മാറ്റി വരുമ്പോൾ ശാസ്ത്രീയമായതായി അംഗീകരിക്കാമെന്നല്ലേ പറയേണ്ടത്. നിങ്ങൾ ദോഷമൊക്കെ മാറ്റി ഊതിക്കാച്ചിയ പൊന്നായിട്ട് വരൂ, ശരിയുള്ളത് സത്യമായതുമായിട്ട് വരൂ. പാരാസിറ്റമോൾ മേ കോസ് ബ്ലഡ് ക്യാൻസർ. നിങ്ങളുടെ മൊബൈലിലൊന്ന് ടൈപ്പ് ചെയ്ത്, നെറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. പാരാസിറ്റമോൾ മേ കോസ് ബ്ലഡ് ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ, ലിംഫ് നോഡ് ക്യാൻസർ. ഇനി ലിവർ ക്യാൻസർ എന്നും കിഡ്നി ട്രാക്റ്റ് ക്യാൻസർ എന്നും കൂടെ നോക്കാം. ഞങ്ങൾ നൽകുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് വീണ്ടും തരുന്ന മരുന്നുകൾ അവയവങ്ങളെ നശിപ്പിക്കുമ്പോൾ അവയവങ്ങൾ മാറ്റിവയ്ക്കുന്നതിനുള്ള ശാസ്ത്രീയ പുരോഗമനവും ഞങ്ങൾ നൽകുന്നുണ്ട് എന്ന വാദവും ശാസ്ത്രീയമാകുമോ? അല്പമെങ്കിലും യുക്തിചിന്തയുള്ളവർക്ക് അംഗീകരിക്കാനാകുമോ? സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ 5 ശരിയായി പ്രവർത്തിക്കുന്ന ശരീരത്തിൽ രോഗങ്ങളുണ്ടാകുക അസാധ്യമാണ്. അഥവാ ഉണ്ടായാൽ തന്നെ അസാധാരണ ശുദ്ധീകരണ നടപടികൾ ഉണ്ടാക്കി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശരീരത്തിന് അറിയാം. അതിനെ തടയാതിരുന്നാൽ ഒരു ശരീരവും മനസ്സും രോഗത്തിലേക്ക് വീഴുകയില്ല. ശാസ്ത്രീയമായ ചികിത്സ എന്ന പേരിൽ മനുഷ്യ ശരീരത്തിലേക്ക് വിവേകമില്ലാതെ പ്രയോഗിക്കുന്ന മരുന്നുകൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് മരുന്നുകൾ രോഗം മാറ്റിത്തരുന്നത്? സകലരും ആശ്രയിക്കുന്ന വേദന പനിമരുന്നായ പാരാസിറ്റമോളിനെ ഉദാഹരണമായി നമുക്കൊന്നുകൂടെ നോക്കാം. എനിക്ക് അടുത്ത 10 മിനിറ്റും കൂടെ തരികയാണെങ്കിൽ എനിക്ക് അന്നേരം പിന്നെ സമയം വേണ്ട. അതുകൂടി ബ്രിട്ടീഷ് നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ NHS വെബ്സൈറ്റ് പ്രകാരം കോമൺ ക്വസ്റ്റ്യൻസ് അബൌട്ട് പാരാസിറ്റമോൾ ഫോർ അഡൽട്സ്. ഹൗ ഡസ് പാരാസിറ്റമോൾ വർക്ക്? Paracetamol seems to work by blocking the chemical messengers in the brain. നന്മ ചെയ്യല്ല, തലച്ചോറിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. പാരാസിറ്റമോൾ സീംസ് ടു വർക്ക് ബൈ ബ്ലോക്കിംഗ് ദി കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഇൻ ദി ബ്രെയിൻ ദാറ്റ് ടെൽ യുവർ ബോഡി ദാറ്റ് യു ഹാവ് പെയിൻ. നിങ്ങൾക്ക് വേദനയുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്ന തലച്ചോറിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ തടഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് വേദനയില്ല എന്ന് തോന്നിപ്പിക്കുന്ന മാജിക്കൽ റെമഡി. ഇതാണ് മാജിക്കൽ റെമഡി. It also reduces at high temperature by affecting the chemical messengers in the area of the brain that regulates body temperature. പനി കുറച്ച് തരുന്നതും ചൂട് കൂട്ടുന്നതിലും ആ കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടാണ്, അല്ലാതെ അവിടെ ഇത് ഇല്ലാതാക്കിക്കൊണ്ടോ ഈ പനിയുടെ കാരണം ഇല്ലാതാക്കിക്കൊണ്ടോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ലോകത്തെ ഏറ്റവും ആധികാരികമായ പടിഞ്ഞാറൻ വൈദ്യഗ്രന്ഥമായ മാർട്ടിൻഡൈൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ്, ഞാനത് വാങ്ങുന്നത് 64,000 രൂപ കൊടുത്തിട്ടാണ്, എൻ്റെ കയ്യിലുണ്ട്. ഈ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ 40-ാം എഡിഷൻ 11-ാം പേജ് പറയും. 40-ാം എഡിഷനാണ് ഞാൻ നിങ്ങളെ സംശയമുള്ളവരുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. 11-ാം പേജ് പറയുന്നത് കാണുക. ടെമ്പറേച്ചർ അപ് ടു 41 degrees ആർ റിലേറ്റീവ്ലി ഹാംലെസ്. 41 ഡിഗ്രി വരെ പനി അപകടകാരിയല്ല. 106 ഡിഗ്രി ഫാരൻഹീറ്റ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഇഫ് ദർ ഈസ് എനി വാല്യൂ ഇൻ ട്രീറ്റിംഗ് ഫീവർ അറ്റ് ലോവർ ടെമ്പറേച്ചേഴ്സ്. ഇതിൽ ഈ 104 കുറഞ്ഞ ചൂടിന് പനി ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് വ്യക്തമല്ല എന്നാണ് പറയണത്. ഞാൻ 64,000 രൂപ കൊടുത്ത് മേടിച്ച മെഡിക്കൽ ടെസ്റ്റുകാരനോട് പറയുകയാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അത് വ്യക്തമല്ല എന്ന്. ശാസ്ത്രമാണ്. ഹൈപ്പർ തെർമിയ 106 ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പനിയല്ല, ഹൈപ്പർ തെർമിയയാണ്. ഹൈപ്പർ തെർമിയ മേ പ്രൊഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 41 degrees. These high temperatures are life-threatening and need to be lowered immediately. 104 കഴിഞ്ഞാൽ ഉടനെ അതിനെ
താഴേക്കാക്കണം. ആൻറ്റിപൈററ്റിക്സ് ആർ ഇൻഎഫക്റ്റീവ്. പനിമരുന്നുകൾക്ക് അവിടെ ഫലമില്ല, അതിനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല. സിൻസ് ദി ഹൈ ടെമ്പറേച്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ് തെർമോ റെഗുലേറ്ററി ഫെയിലിയർ. അത് ഹൈപ്പോതലാമസിൻ്റെ ചൂട് കൂട്ടാനും കുറയ്ക്കാനുള്ള സംവിധാനം നശിഞ്ഞിരിക്കുന്നു. ഇനി പനിമരുന്നുകളൊന്നും നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കില്ല. വൺ ഓഫ് ദി മോസ്റ്റ് റാപ്പിഡ് ആൻഡ് ഇഫക്റ്റീവ് മീൻസ് ഓഫ് കൂളിംഗ് ഈസ് ടു ഇമേഴ്സ് ദി പേഷ്യൻ്റ് ഇൻ എ വെരി കോൾഡ് വാട്ടർ. ബട്ട് കോർ ടെമ്പറേച്ചർ ഷുഡ് ബി മോണിറ്റേർഡ് ടു അവോയ്ഡ് ഇൻഡ്യൂസിങ് ഹൈപ്പോതെർമിയ. ചൂട് വളരെ കുറഞ്ഞ് ഹാർട്ടിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാത്ത രീതിയിൽ കെയർ എടുത്തുകൊണ്ട് രോഗിയെ ഐസ് കോൾഡ് വെള്ളത്തിൽ മുക്കിക്കിടത്തണം. പനി കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു രോഗിയെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്ന രീതിയിലുള്ള ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കിയതായിട്ട് നിങ്ങൾക്കറിയാമോ? ഇവാപ്പറേറ്റീവ് കൂളിംഗ് മെത്തേഡ്സ് മേ ബി മോർ എഫിഷ്യൻറ്റ്. ഇൻട്രാവേനസ് ഓർ ഇൻട്രാപെരിറ്റോണിയൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കൂൾ ഫ്ലൂയിഡ്സ്, gastric leavage or enemas with ice water have also been used. ഐസ് വെള്ളത്തിൽ എനിമയും എടുപ്പിക്കണം. ശാസ്ത്രമാണെന്ന് ഓരോ നിഗമനവും റിസർച്ച് മെത്തഡോളജി അനുസരിച്ച് വർഷങ്ങളായുള്ള ഗവേഷണത്തിന് ശേഷം മാത്രം ചെയ്യുന്നതെന്നുമാണ് അലോപ്പതി ചികിത്സകരുടെ നിലപാട്. എന്നാൽ പരീക്ഷണങ്ങളും പഠന നിരീക്ഷണങ്ങളും പ്രയോഗവും പരിതാപകരമായ വിധത്തിൽ കുത്തഴിഞ്ഞതും അപകടകരവും അശാസ്ത്രീയവും യുക്തിരഹിതവുമാണെന്നല്ലേ ഇവിടെ നിന്ന് തെളിയുന്നത്. ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പനിയുടെ പങ്ക് വ്യക്തമല്ല എന്നൊരു മെഡിക്കൽ ടെക്സ്റ്റ് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ കൂടി നിൽക്കുന്ന പനിയുടെ ചൂടിൽ സിഫിലിസിൻ്റെ അണുക്കളായ ട്രിപ്പോണിമ പാലിഡം ചത്തുപോകുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. നോവൽ ബുക്കൊന്നുമല്ല, മെഡിക്കൽ ടെക്സ്റ്റ്. പനിയുടെ തുടക്കത്തിൽ തന്നെ പാരാസെറ്റമോളും ഐബുപ്രൂഫനും ആസ്പിരിനുമൊക്കെ നൽകി പനി കുറയ്ക്കുന്ന ഡോക്ടർമാർ രോഗിയോടൊരു മെഡിക്കൽ കുറ്റമല്ലേ ചെയ്യുന്നത്? ഉത്തരം ശാസ്ത്രീയമായി നിങ്ങൾ തന്നെ കണ്ടെത്തുക. എന്നിരുന്നാലും പഴയ മെഡിക്കൽ ടെസ്റ്റ് പറയുകയാണ്, എന്നിരുന്നാലും പനിക്ക് മരുന്ന് നൽകി രോഗിയുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കുമ്പോൾ ചികിത്സിക്കാനുള്ള ഡോക്ടറുടെ കഴിവിൽ രോഗികൾക്കും ബന്ധുക്കൾക്കും മതിപ്പുണ്ടാകുന്നുണ്ട്. ഇതല്ലേ വഴിവക്കിൽ നിൽക്കുന്ന ഈ തെരുവ് മജീഷ്യന്മാർ, മരുന്ന് വിൽപ്പനക്കാരൊക്കെ ചെയ്യുന്നേ, ഒരു മതിപ്പുണ്ടാക്കുന്നുണ്ട് എന്നുകൂടെ ഡോക്ടർ RS സദോസ്കറുടെ ഫാർമക്കോളജി ആൻഡ് ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്ന വൈദ്യഗ്രന്ഥം റിവൈസ്ഡ് 21st എഡിഷൻ പേജ് 160 പുസ്തകത്തിൻ്റെ കയ്യിലുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? ഇതാരാണ് ഇതിനെ ശാസ്ത്രം എന്ന് വിളിക്കാൻ തുടങ്ങിയത്? എഴുതി വച്ചിരിക്കുമ്പോൾ എന്തിനെയാണ് ശാസ്ത്രം എന്ന പേരിൽ നിങ്ങൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്ന ചോദ്യം ഉയരുന്നില്ലേ? മാർട്ടിൻ ദൈൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് ആകട്ടെ കുറഞ്ഞ ചൂടിലെ പനിക്ക് മരുന്നുകൾ നൽകി ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല എന്നാണ് വിലപിക്കുന്നത്. 41 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അഥവാ 106 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ പനി അപകടകാരിയല്ല എന്നും മാർട്ടിൻ ഡൈൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 41 ഡിഗ്രിയിൽ കൂടുന്ന ചൂട് ഹൈപ്പോതലാമസിൻ്റെ തകർച്ചയുടേതാണെന്നും ചൂടിനെ നിയന്ത്രിക്കുന്ന സംവിധാനം തകർന്നിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്നു. പനിമരുന്നുകൾക്കൊന്നും ചെയ്യാനില്ലാത്ത ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിൽ രോഗിയെ വളരെ തണുത്ത വെള്ളത്തിൽ മുക്കിക്കിടത്തി കോർ ടെമ്പറേച്ചർ കുറയാതെ നോക്കുക എന്നുള്ളതാണ് അതിവേഗത്തിലും ഫലപ്രദമായും ചെയ്യാൻ കഴിയുന്ന കാര്യമായി മാർട്ടിൻ ഡൈൽ നിർദ്ദേശിക്കുന്നത്. ബാഷ്പീകരണ തണുപ്പ് ഇവാറേറ്റീവ് കൂളിംഗ് മെത്തേഡ്സ് കുറേ കൂടെ നല്ലതാണെന്നും ഞരമ്പുകളിലൂടെയും നെഞ്ചിൻ കൂടിനുള്ളിലൂടെയും തണുത്ത ദ്രാവകം കടത്തൽ, ഐസ് വെള്ളം കൊണ്ട് വയറൊഴുകൽ എന്നിവ എന്നവയെല്ലാം ചെയ്യണമെന്നാണ് മാർട്ടിൻ ഡൈൽ പറയുന്നത്. പനി കൊണ്ട് നിരവധി പേർ മരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അലോപ്പതി ആശുപത്രികളിലെ നിരവധി ചികിത്സയ്ക്ക് ശേഷം മരിച്ചിട്ടുള്ള രോഗികളിൽ ഒരാൾക്കെങ്കിലും ഇത്തരമൊരു ശാസ്ത്രീയ ചികിത്സ ഡോക്ടർമാർ നടത്തിയിട്ടുള്ളതായി നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ പനിമരണങ്ങൾ അശാസ്ത്രീയമായ ചികിത്സകളാൽ അലോപ്പതി ഡോക്ടർമാർ നടത്തുന്ന മെഡിക്കൽ കൊലപാതകങ്ങളാണെന്ന് പറയാൻ കഴിയുമോ? പനിക്ക് പാരാസെറ്റമോൾ എന്ന അശാസ്ത്രീയത പറയുന്നവർ പനിക്ക് പട്ടിണി എന്ന് പറയുന്ന പ്രകൃതി ചികിത്സയെ പുച്ഛിക്കും. പക്ഷേ ശരീരത്തിൻ്റെ ഊർജ വിനിമയ ശാസ്ത്രം അറിയാവുന്നവർ അത് ശരിവയ്ക്കും. ശരിയായ ആരോഗ്യശാസ്ത്രം തിരിച്ചറിഞ്ഞു പാലിക്കും. ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങളുടെയും കോശങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കും രക്തസഞ്ചാരത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനം, ഹൃദയത്തിൻ്റെ 60% എനർജി, ശരീരം മൊത്തം ഉണ്ടാക്കുന്നതിൽ 60% എനർജി അതിന് വേണം. പുറത്തുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് 30 തുടങ്ങി 40% എനർജിയും ഭക്ഷണത്തിൻ്റെ ദഹനത്തിന് 10% എനർജിയുമാണ് വേണ്ടത്. പനിയിൽ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാതിരിക്കാനും ഉപദേശിക്കുന്ന പ്രകൃതി ചികിത്സയുടെ ശാസ്ത്രീയത നിങ്ങൾക്കിവിടെ തിരിച്ചറിയാം. കായിക പ്രവർത്തനങ്ങൾക്ക് മാറ്റിവയ്ക്കുന്ന 30 തുടങ്ങി 40% ഊർജ്ജവും ദഹനത്തിനു വേണ്ടിയുള്ള 10% ഊർജ്ജവും കൂടെ
രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുകയാണ് പ്രകൃതി ചികിത്സയുടെ പനി ചികിത്സയിലെ വിവേകം. പനിയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാതെ വിശ്രമിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പച്ചവെള്ളത്തിൽ എനിമയെടുക്കുക തുടങ്ങിയവയാണ് പ്രകൃതി ചികിത്സയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രീതി. പടിഞ്ഞാറൻ വൈദ്യശാസ്ത്ര നിയമങ്ങൾ പ്രകൃതി ചികിത്സാ രീതിയെയാണ് അംഗീകരിക്കുന്നത്. അലോപ്പതിക്കാർ ചെയ്യുന്ന മരുന്ന് പ്രയോഗങ്ങളെ അല്ല. പനി ചികിത്സയെക്കുറിച്ച് അല്പം കൂടെ. പാരാസിറ്റമോൾ കോശങ്ങളുടെ പവർ ഹൗസായ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെ തടഞ്ഞാണ് ചൂട് കുറപ്പിക്കുന്നത്. ഭക്ഷണത്തിലെ കെമിക്കൽ എനർജിയെ കോശങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലാക്കി മാറ്റുന്നതാണ് മൈറ്റോകോൺട്രിയയുടെ പ്രധാന പ്രവർത്തനം. ATP സിന്തസിസ്, മെറ്റബോളിസം നിയന്ത്രിക്കൽ, കോശവളർച്ചയും വിഭജനവും, കോശമരണം, കരളിലെ അമോണിയ നീക്കം ചെയ്യൽ, കോശങ്ങളിലെ കാൽഷ്യം പ്രതിപാലനം, കോശങ്ങളിലെ ഇരുമ്പ് പരിപാലനം, കോശങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറൽ, സ്റ്റെം സെൽ നിയന്ത്രണം, നാഡീകലകളുടെ വളർച്ചയും വികാസവും എല്ലാം നിയന്ത്രിക്കുന്നത് മൈറ്റോകോൺട്രിയയാണ്. പനി കുറയ്ക്കുന്നതിന് മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം തടയുമ്പോൾ എനർജി ഉൽപ്പാദനം നിൽക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ കോശങ്ങളിലെ ഊർജത്തിൻ്റെ ഉൽപ്പാദനം നിലയ്ക്കുമ്പോൾ ചൂട് കുറയുകയും ചെയ്യും. പക്ഷേ പാരാസിറ്റമോൾ തടയുന്ന മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം പൂർവ്വരൂപത്തിലേക്കാക്കേണ്ടത് ആവശ്യമല്ലേ? അതെപ്പോഴാണ് വീണ്ടും തുടങ്ങേണ്ടത്? തീരുമാനം പാരാസെറ്റമോളിൻ്റേതാണോ അതോ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഘടകം എന്താണോ അതാണോ ചെയ്യേണ്ടത്? അതെന്താണ്? അതെപ്പോഴാണ് തുടങ്ങേണ്ടത്? അതോ ഡോക്ടറാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്? പനി എന്ന ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്നതിന് മൈറ്റോകോൺട്രിയയ്ക്ക് നിർദ്ദേശം നൽകിയത് ഹൈപ്പോതലാമസ് ഗ്രന്ഥിയാവാം. ഹൈപ്പോതലാമസിന് നിർദ്ദേശം എവിടെ നിന്ന് കിട്ടി? എന്തിന് കിട്ടി? ശരീരത്തിൻ്റെ ആന്തരിക സംവിധാനങ്ങൾ ചൂടുകൂട്ടി പനിയുണ്ടാക്കാൻ തീരുമാനിക്കുന്ന സാഹചര്യം എന്താണ് എന്നറിയില്ല എന്ന് സമ്മതിക്കുന്ന പടിഞ്ഞാറൻ വൈദ്യം കാരണങ്ങൾ അറിയാതെ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെ തടഞ്ഞ് ചൂട് കുറപ്പിക്കുന്നത് ശാസ്ത്രീയ സമീപനമാണോ? പനിയുടെ പേരിൽ പ്രവർത്തനം തടയുന്നതോടെ മൈറ്റോകോൺട്രിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ കൂടെ തകരാറാവില്ലേ? കോശവളർച്ചയും ആശയ കൈമാറ്റങ്ങളും കോശമരണങ്ങളും എല്ലാം താളം തെറ്റുന്നതോടെ ഗുരുതരമായ തകർച്ചകൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാവിയിൽ ഉണ്ടാവില്ലേ? പാരാസിറ്റമോളിൻ്റെ പ്രയോഗം നിർത്തുന്നതോടെ മൈറ്റോകോൺട്രിയ പഴയതുപോലെ പ്രവർത്തനം തുടരണമെന്ന് നിർബന്ധമുണ്ടോ? ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിൽ നടത്തുന്ന ബലപ്രയോഗങ്ങളും ഇടപെടലുകളും ഉണ്ടാക്കുന്ന തകരാറുകൾ ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? മെറ്റബോളിക് തകരാറുകൾ, കോശമരണമായ അപ്പോപ്റ്റോസിസിൻ്റെ താളം തെറ്റുന്നതിനാലുള്ള പ്രതിസന്ധികളെല്ലാം കൂടെ പ്രമേഹം, പ്രഷർ, ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടാക്കില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. ഇനി എനിക്ക് 5 പേജ് കൂടിയാണുള്ളത്. അത് എനിക്ക് സമയം കിട്ടുമെങ്കിൽ ഞാൻ ബാക്കി വായിക്കാം. ഒരു കാര്യം കൂടി ഇതിനിടയ്ക്കുള്ളത് പറയാം. പ്രമേഹത്തിൻ്റെ ചികിത്സ പോലുള്ളൊരു വിഡ്ഢിത്തം. പ്രമേഹ രോഗിയുടെ ഷുഗർ കുറയ്ക്കാനാണ് മെറ്റ്ഫോമിൻ, ഗ്ലൈസിഫേജ് ഇങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത്. ഷുഗർ കുറഞ്ഞുകൊണ്ട് രോഗിക്ക് എന്താ മെച്ചം? ഇതെന്തൊരു ശാസ്ത്രമാണ്? പാൻക്രിയാസ് ശരിക്കും പ്രവർത്തിക്കാത്തത് കൊണ്ടല്ലേ ശരീരത്തിൽ ഷുഗർ കൂടുന്നത്? ഷുഗർ കുറഞ്ഞതുകൊണ്ട് പാൻക്രിയാസ് നന്നായിട്ട് പ്രവർത്തിക്കുമോ? ഇനി ഷുഗർ കുറയ്ക്കാനുള്ള മരുന്നുകൾ കിട്ടിയാൽ ഈ ഷുഗർ കോശങ്ങളിൽ എത്തേണ്ടതല്ലേ? ഈ ഷുഗറിനെ കോശങ്ങൾക്ക് കൊടുക്കാനായിട്ടാണ് മരുന്ന് പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. പാൻക്രിയാസിനെ നന്നാക്കാൻ ഒരു ചികിത്സയും ഇല്ല. പിന്നെ എങ്ങനെയാണ് പ്രമേഹ രോഗിക്ക് മരുന്ന് നിർത്തി പതുക്കെ ചികിത്സ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗിയാണ് അപകടത്തിലേക്ക് പോകുന്നത്? 5 പേജ് കൂടി എനിക്കുണ്ട്. സമയം കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഏതായാലും ഇതൊക്കെയാണ് എൻ്റെ ചിന്തകൾ. എനിക്ക് മറുപടി കിട്ടി, എനിക്ക് ബോധ്യമായാൽ തീർച്ചയായും മാറാൻ ഞാൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം. ഇനി ഡോക്ടർ KP മോഹന് 10 മിനിറ്റ് കൂടി അവശേഷിക്കുന്നുണ്ട്. ജേക്കബ് വടക്കഞ്ചേരി ആകെ അനുവദിച്ചിട്ടുള്ള 35 മിനിറ്റും ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ 10 മിനിറ്റ് ഡോക്ടറുടെ പ്രസൻറ്റേഷന് ശേഷം, മറുപടിക്ക് ശേഷം ചോദ്യോത്തരങ്ങളാണ്. ഈ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ചോദ്യോത്തരങ്ങൾ ഇവിടെ എഴുതി കിട്ടണം. അതിനുശേഷമുള്ള ചോദ്യങ്ങൾ സ്വീകരിക്കുന്നതല്ല. പ്രിയമുള്ളവരെ, എൻ്റെ സുഹൃത്ത് കുറച്ച് സത്യങ്ങളും കുറച്ച് അർദ്ധസത്യങ്ങളും കുറേയേറെ അസത്യങ്ങളും